സ്ക്രീനിൽ കാണുന്നത് എന്തും ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെ ലാംഗ്വേജിലേക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ. നമുക്ക് വാട്സാപ്പിലും മറ്റുമൊക്കെ പല ഭാഷകളിലും മെസ്സേജുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ഭാഷയിലായിരിക്കും അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യാറ്, അവിടെ നിന്ന് അത് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലോ മറ്റോ നമ്മൾ പേസ്റ്റ് ചെയ്ത് നമ്മുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എവിടെയാണ് എന്താണ് നിങ്ങൾ കാണുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാകും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള റീഡ് മോഡ് എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇൻബിൽട്ട് ആയിട്ട് അത് തന്നെ ആയിരിക്കും ടിക്ക് മാർക്ക് ഉണ്ടാകുക. അതിനുശേഷം നിങ്ങളുടെ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യുക. ഫ്രം എന്ന ഭാഗത്ത് ഏത് ലാംഗ്വേജിൽ നിന്നും ഏത് ലാംഗ്വേജിലേക്കാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇതാ ഇംഗ്ലീഷ് ടു മലയാളം ആണെങ്കിൽ ടു എന്ന ഭാഗത്ത് മലയാളം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാ എവിടെയാണ് മലയാളം നമുക്കൊന്ന് നോക്കാം. ഇതാ ഇവിടെ മലയാളം ഉണ്ട്. ഇതാ ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ലാംഗ്വേജും സെലക്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുക. ഈ സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്താണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെയാണ് കാണിക്കുക. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ച് കഷ്ടപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ എഴുതിയത് എങ്ങനെയാണ് ആ സെറ്റിങ്സിലേക്ക് പോകാമെന്ന്. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. എന്നിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ആക്സസിബിലിറ്റി എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ ഇവിടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ആപ്ലിക്കേഷൻ കാണാം. അത് ഓഫിലാണ്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അതിനുശേഷം ഇവിടെ അലോ പെർമിഷൻ കൊടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് ആ ഒരു ആപ്ലിക്കേഷനെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒന്നും കൂടി അത് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ അതാ ലാംഗ്വേജൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ വീണ്ടും ഇതുപോലെ ഒരു പെർമിഷനും കൂടി ചോദിക്കും. അത് നിങ്ങൾ ആ ഒരു ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ആ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ആകും. വീണ്ടും അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വർക്കാകും. ഇവിടെ വർക്കിംഗ് ആണ്. ഇനി നമുക്കിതാ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ രണ്ട് ഓപ്ഷനുകളുണ്ട്. അതിൽ നമുക്ക് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ആ ഐക്കൺ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാട്സാപ്പിൽ എനിക്കിപ്പോൾ ഒരാൾ ഇംഗ്ലീഷിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ദാ ഇംഗ്ലീഷിൽ ഇവിടെ മെസ്സേജ് ഉണ്ട്. ആ ഒരു ഐക്കൺ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന എല്ലാം കണ്ടോ മലയാളത്തിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അവിടെ നേരത്തെ കണ്ട ഡിലീറ്റ് ചെയ്ത ആ ഭാഗം എല്ലാം ദാ ഇവിടെ നമുക്ക് എന്താണ് ഡിലീറ്റ് ചെയ്തത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇംഗ്ലീഷും അതിൻ്റെ ട്രാൻസ്ലേറ്റ് മലയാളമാണെങ്കിൽ മലയാളം അത് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇവിടുന്ന് പുറത്ത് പോകണമെങ്കിൽ നമുക്കിപ്പോൾ ബാക്ക് ബട്ടണൊന്നും അടിച്ചാലൊന്നും ഇതിൽ നിന്ന് പുറത്ത് പോകാൻ കഴിയില്ല. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും, പഴയതുപോലെ ആകും. വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ട്രാൻസ്ലേറ്റ് ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഗൂഗിളിൽ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ സ്വൈപ്പ് ചെയ്ത് അത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഗൂഗിളിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഗൂഗിൾ തന്നെ ഓപ്പൺ ചെയ്തു. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റ് ഇംഗ്ലീഷ് തന്നെ നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ എഴുതിയ ഏതെങ്കിലും ഒരു സൈറ്റ് എവിടെയാണ് ദാ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ ദാ ഇവിടെ അത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. നെറ്റ്വർക്കിൻ്റെ സ്പീഡ് കുറവാണ്. ദാ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിങ്ങനെ എന്താ പറയുക, ചില സമയത്ത് അങ്ങനെയാണ്, നെറ്റ്വർക്കിൻ്റെ സ്പീഡ് വളരെയധികം കുറവായിരിക്കും. ദാ അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ദാ ഇവിടെ കാണുന്നതൊക്കെ ഇംഗ്ലീഷാണ് കേട്ടോ. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് നമ്മുടെ ലാംഗ്വേജിലേക്ക് മാറി. കണ്ടോ, നമുക്ക് എന്താണ് അവിടെ എഴുതിയതെന്ന് കൃത്യമായിട്ട് നമ്മുടെ ലാംഗ്വേജിൽ വായിക്കാൻ സാധിക്കും. അവിടെ തന്നെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷും മലയാളം ഒക്കെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഒന്ന് സ്വൈപ്പ് ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക. ഇനി കുറച്ചുകൂടി നമുക്ക് താഴേക്ക് വരാം. കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇംഗ്ലീഷ് തന്നെയാണ്. ഇതാ ഒരുപാട് എഴുത്തുകളുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അത് കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ കംപ്ലീറ്റ് മലയാളമായി. നമുക്ക് എന്താണ് ഇവിടെ എഴുതിയത് എന്നൊക്കെ നമ്മുടെ ലാംഗ്വേജിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന എന്തും ഒരൊറ്റ ക്ലിക്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഭാഷ ഏതാണ് ആ ഒരു ഭാഷയിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി നമുക്ക് കഴിയും.
അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.